Good afternoon, viewers. ഇപ്പം ഓൾമോസ്റ്റ് 2 o'clock ആയി. നിഫ്റ്റി 112 പോയിന്റ് ഡൗണിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് 23,585 നിഫ്റ്റി കാണിക്കുന്നത്. സോ ഇന്നിപ്പം ചെയ്ത സ്റ്റോക്സ് അഡാനി പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അഡാനി പോർട്ട്, ടെക് മഹീന്ദ്ര, ആക്സിസ് ബാങ്ക്, ഇൻഫോസിസ്, HCL ടെക്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇതൊക്കെയാണ് ഇന്ന് ടോപ്പിൽ കാണുന്നത്. പക്ഷെ മാർക്കറ്റിൽ വലിയൊരു മൂവൊന്നും കാണുന്നില്ല. സെൻസെക്സ് ഓൾമോസ്റ്റ് 400 പോയിന്റ് ഡൗണിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇത് ഇപ്പോൾ ട്രെൻഡിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ട്രെൻഡിന്റെ റിസൾട്ട് നല്ലതാന്ന് പറയാം. പക്ഷേ ഫോർ മീ ഐ തിങ്ക് ട്രെൻഡ് ഈസ് വലിയൊരു പെർഫോമൻസ് ഒന്നും ട്രെൻഡ് കാഴ്ചവെച്ചിട്ടില്ല. പിന്നെ ഞാൻ NMDCനെ കുറിച്ച് 2 ദിവസം പറഞ്ഞു. NMDC നല്ല റിസൾട്ടാണ്. NMDC എൻ്റെ ബ്രദർ ലോങ് ടേമിലൊക്കെ പോയാണ്. NMDC കം ഔട്ട് വിത്ത് എ വെരി ഗുഡ്. അത് ഞാൻ പറഞ്ഞതിന് ശേഷം കുറച്ച് 200 രൂപ കയറിയിട്ടുണ്ട് NMDC. പിന്നെ വേറൊരു കാര്യം, ഇന്ന് നമ്മളെ പാർലമെന്റിൽ നമ്മളെ കോൺഗ്രസ് ഓപ്പോസിഷൻ പാർട്ടികൾ പറയുന്നത് വെച്ചാൽ US പോയ ഇല്ലീഗൽ ഇമിഗ്രൻസിനൊക്കെ അവർ ഹാൻഡ് കഫ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന്. എന്തുകൊണ്ട് അവർക്കൊരു ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുവന്നുവിടാന്നുള്ള പ്രൈം മിനിസ്റ്ററോട് വലിയ എൻക്വയറി ചെയ്തിട്ടുണ്ട്. നിങ്ങളിനി മോഡിനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഈ കാര്യം വളരെ സീരിയസ് ആയി പറയണം. നമ്മുടെ പഞ്ചാബികളെയും ഗുജറാത്തികളെയും ഹാൻഡ് കഫ് ചെയ്തിട്ടാണ് US ഫ്ലൈറ്റിൽ ഡൽഹിയിൽ ഇറക്കിയത്. അവരോട് വളരെ അപമര്യാദയായി പെരുമാറി. കുട്ടികൾക്ക് മാത്രം ഹാൻഡ് കഫ് ചെയ്തിട്ടില്ല. അത് വലിയൊരു തെറ്റായിപ്പോയി എന്നുള്ള കാര്യം പിന്നെ ഇവരോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആരോട്? നമ്മളെ ട്രംപിനോട്, ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടീസ് എന്ന് പറയാൻ പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ കണ്ടതെന്ന് വെച്ചാൽ ഈ അമേരിക്ക പറയുന്നത് പനാമ കാനൽ വഴി പോകുന്ന എല്ലാ ഷിപ്പുകളെയും പിന്നെ അമേരിക്കൻ ഷിപ്പുകൾക്ക് ഒരു ചാർജും ചെയ്യാൻ പാടില്ല, ഫ്രീ ആയിട്ട് വേണം. അല്ലെങ്കിൽ നമ്മൾ ആ പനാമ കാനൽ US തിരിച്ചു പിടിക്കും. ഇന്നലെ ഈ ഗാസ സ്ട്രിപ്പ് US പറഞ്ഞു, ഞങ്ങൾ ഇത് മാനേജ് ചെയ്തോളാം, ഗാസ സ്ട്രിപ്പ് ഞങ്ങൾ എടുത്തോളാം, ഞങ്ങളിത് റീബിൽഡ് ചെയ്യും, നിങ്ങളുടെ ഒരു എന്താ പറയുക താമസിക്കാൻ റെഫ്യൂജീസ് ആയിട്ട് താമസിച്ചുള്ളൂ. അപ്പോൾ സോ അഗെയിൻ ദർ ഈസ് അനദർ ഓക്യുപ്പേഷൻ. പക്ഷേ അമേരിക്ക ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ആസ് ഗുഡ് ആസ് ഇസ്രായേൽ ഈസ് ഹോൾഡിങ് ദാറ്റ് പ്ലേസ്. പിന്നെ അത് നല്ലൊരു സ്ഥലമാണ്. കാരണം ഒരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി ട്രംപിന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഗാസ സ്ട്രിപ്പ്. അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അവരത് വലിയൊരു എന്താ പറയുക, ഇസ്രായേൽ അവിടെ ഒരു വലിയൊരു ടൂറിസ്റ്റ് സെൻ്ററാക്കി മാറ്റുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് വരും കൊല്ലങ്ങളിൽ. അപ്പോൾ നാളെ ഇപ്പം വരാൻ പോകുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഓൾറെഡി. ഒന്ന്, നമ്മളെ മൽഹോത്രൻ്റെ പുതിയ ഇയാളെ റിസർവ് ബാങ്ക് ഓഫ് ഗവർണറെ അനൗൺസ്മെന്റ് വരുന്നുണ്ട്. റേറ്റ് കട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ്. അതിന് മുന്നോടിയായിട്ട് മാർക്കറ്റിൽ നിന്നും മൂവ് ചെയ്യുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മളെ ഡൽഹി ഇലക്ഷനിലും BJPക്ക് വിക്ടറി ആണ് മീഡിയ പറയുന്നത്. എന്താ പറയുക, ഒപ്പീനിയൻ പോൾസ് പറയുന്നത്. അതിൻ്റെ പ്രധാന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നിങ്ങളോട് പറയാന്ന് വെച്ചാൽ, ഇത് നമ്മുടെ രാജ്യത്ത് BJPന് വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഹിന്ദുക്കളാണ്. ആൻഡ് കോൺഗ്രസിന് മോസ്റ്റ്ലി ഞാൻ പറയുന്നത് BJPക്ക് മുസ്ലിംസ് വോട്ട് ചെയ്യുന്ന ഞാൻ അതിൽ കണ്ടിട്ടില്ല. അതുപോലെ ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതും മോസ്റ്റ്ലി ഈസ് ദ മിക്സ് വോട്ട്. അപ്പോൾ ഈ നമ്മളൊരു ഇന്ത്യ ഗവൺമെന്റിന്റെ സെൻസസ് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഇത് 2021 1961 ഒരു സെൻസസ് ചെയ്ത പ്രകാരം ഹിന്ദുക്കളാകെ ഉള്ളത് 84.4% ഇന്ത്യയിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. 2001 ഒരു സെൻസസ് പ്രകാരം ഹിന്ദുക്കളെ പോപ്പുലേഷൻ കുറഞ്ഞിട്ട് എല്ലാം കൂടി 81.4% പോയി എന്ന് പറയുന്നത്. അതേസമയത്ത് മുസ്ലിമുകളുടെ പോപ്പുലേഷൻ ഇന്ത്യയിൽ 1961 9.9% ഉണ്ടായിരുന്നുള്ളൂ. അത് 2001 12.4%. ഓഫ് കോഴ്സ് ഇതിപ്പം വളരെ കൂടിയിട്ടുണ്ടാകും. കാരണം വെച്ചാൽ ഇത് 2001 കണക്കാണ്. സോ അതുകൊണ്ട് വെച്ചാൽ ദർ ഈസ് എ സ്ലൈറ്റ് ഡിക്ലൈൻ ഇൻ ഹിന്ദു പോപ്പുലേഷൻ ആൻഡ് മോർ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ മുസ്ലിം പോപ്പുലേഷൻ ഓൾ ഓവർ ഇന്ത്യ ആൻഡ് ഓൾ ഓവർ ദ വേൾഡ് ഓൾസോ. സോ കേരളത്തിലെ കാര്യത്തേക്ക് വരാം. കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ എടുക്കുക വെച്ചാൽ ആസ് പെർ ഗവൺമെന്റ് ഡാറ്റ പ്രകാരം പറയുകയാണെങ്കിൽ 88.73 ലക്ഷം. ദാറ്റ് മീൻസ് 26.56% മുസ്ലിമുള്ള കേരളത്തിൽ. അത് കേരളത്തിലെ മൊത്തം ജനസംഖ്യ 3.34 കോടിയുള്ളത്. സോ റിമൈനിങ് 18% ക്രിസ്ത്യൻസ് വരുന്നുണ്ട്. ബാക്കിയുള്ള % ഹിന്ദുക്കളാണുള്ളത്. സോ ഞാൻ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റിഗ്മറ്റൈസ് എനി മൈനോറിറ്റീസ് ഹിയർ. ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഫാക്ട് എന്ന് വെച്ചാൽ ഈ നമ്മളെ രാജ്യത്ത് ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പം ആരും അത് ഒരു കാൻഡിഡേറ്റ് നോക്കിയിട്ടോ ഒരു ഐഡിയോളജി നോക്കിയിട്ടോ ഇന്നിപ്പം വോട്ടിങ്ങെല്ലാം മാറിക്കഴിഞ്ഞു. ഇന്നിപ്പം ഇവിടെ അമേരിക്കൻ ഇലക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു, UK ഇലക്ഷനിൽ കണ്ടു കഴിഞ്ഞു. സോ അതുപോലെ ഇന്ത്യൻ ഇലക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ കാസ്റ്റ് ബേസ് വോട്ട് തന്നെയായിരിക്കും. അത് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചിട്ടും ഈ കാസ്റ്റ് ബേസ് വോട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. സോ ഒരു കാര്യം വെച്ചാൽ ഈ മുസ്ലിം പോപ്പുലേഷൻ ഈസ് ഗ്രോയിങ് ഫാസ്റ്റ് ഇൻ ഓൾ ഓവർ ദ വേൾഡ്. അതിനൊരു പ്രധാന കാരണമായിട്ട് ഇവർ സ്റ്റഡി പറയുന്നത് വെച്ചാൽ ദേ പ്രാക്ടീസ് പോളിഗാമി. മോസ്റ്റ് ഓഫ് ദ മാൻ പ്രാക്ടീസ് പോളിഗാമി.
So it is illegal for other religions. സോ അതുകൊണ്ടാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഗുജറാത്തിൽ വലിയൊരു ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് പണ്ട് പറഞ്ഞ ഗവൺമെന്റ് വി ആർ ടു ആൻഡ് വി ഹാവ് ടു ആൻഡ് ദേ ആർ 5 ആൻഡ് ദേ ആർ 25 എന്നുള്ള കാര്യം. സോ ഇത് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷൻ ഇംബാലൻസ് വരുമ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ പറയാമെന്ന് വെച്ചാൽ ഒരു എക്സ്ക്ലൂസീവ്ലി കേരള ഒരു സ്റ്റേറ്റ് ഒരു എക്സാമ്പിൾ എടുക്കാനുള്ളതാണ് വെച്ചാൽ കേരളത്തിന് ചെറിയ പോപ്പുലേഷൻ ഉണ്ട്, അതുകൊണ്ട് വളരെ സ്റ്റഡി ചെയ്യാൻ പറ്റിയൊരു സ്റ്റേറ്റ് ആണ്. കുറച്ച് കാലം ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ പോപ്പുലേഷൻ ദേ ബി ലൈക്ക് ജ്യൂസ് ഇൻ ജർമ്മനിയിൽ പണ്ട് താമസിച്ച പോലെയോ അല്ലെങ്കിൽ ഐറിഷ് പീപ്പിൾ ഇംഗ്ലണ്ടിൽ താമസിച്ച പോലെയോ ഒരു അവസ്ഥ വരാൻ സാധ്യത കേരളത്തിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു വലിയൊരു റൈറ്റർ ഉണ്ടാണ് UN മുഖർജി, അയാളൊരു ബുക്ക് എഴുതിയിരുന്നു ഹിന്ദുസ് ഡൈങ് റേസ് ആൻഡ് ഇന്ത്യയുടെ ഡേഞ്ചർ ഓഫ് എക്സ്റ്റിങ്ഷൻ എന്നുള്ള ബുക്ക് ഞങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇതിപ്പോൾ ഞാൻ വേറൊരു ഹിസ്റ്റോറിയനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ദർ ഇസ് എ ഫേമസ് ഹിസ്റ്റോറിയൻ, അയാളുടെ പേര് ക്രിസ്റ്റഫി ജെഫ്രി ലോട്ട് എന്നാണ് ആ ഹിസ്റ്റോറിയൻ്റെ പേര്. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മെജോറിറ്റി ഓഫ് ദി ഹിന്ദുക്കൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഹിന്ദുക്കൾ ഇഫ് യു ലുക്ക് അറ്റ് ദ പാസ്റ്റ് ബ്രിട്ടീഷ് ഇറായാലും ശരി മുഗൾ ഇറായാലും ശരി പ്രിഡോമിനൻ്റ്ലി ഹിന്ദുസ് ഇൻ ഇന്ത്യ ഫീൽ ഓൾവേസ് ഒരു ഇൻസെക്യൂരിറ്റിയും ആൻഡ് ഒരു വൂണ്ടഡ് ആയിരുന്നു അയാൾ പറയും. ആൻഡ് അവരെപ്പോൾ പേടിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഈ മുസ്ലിം അഗ്രഷനാണ്. എനി ടൈം ഇന്ത്യയിൽ മുസ്ലിം അഗ്രഷൻ ഉണ്ടായിരുന്നു. അതായത് ഈ നോർത്ത് ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളും ഞങ്ങൾ സന്ദർശിച്ചാൽ മനസ്സിലാവും ഈ മുസ്ലിം അഗ്രഷൻ ഉണ്ടായ സ്ഥലങ്ങളും. So they always feared there is an aggression from the other side, despite a small number of Muslims compared to Hindus in India, as well as some of the people are in poor also. സോ ഇവർ ഈ മുസ്ലിംസിനെ കാണുന്ന ഈ ജെഫ്രി ലോട്ട് പറയുന്നത് വെച്ചാൽ മുസ്ലിംസിനെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ പ്രിഡോമിനൻ്റ്ലി കാണുന്നത് വെച്ചാൽ ദേ ആർ സീയിങ് എസ് എ പവർഫുൾ അഗ്രസീവ് ഫോഴ്സ് ഡോമിനേറ്റ് ഇൻ ഇന്ത്യ ഫോർ സെഞ്ചുറീസ്. അത് ട്രൂ ആണ്, കാരണം നമ്മൾ നോക്കിയാൽ മനസ്സിലാവും സെഞ്ചുറീസ് മുഗൾ എംപയർ ആയിരുന്നു ഇന്ത്യനെ ഭരിച്ചുകൊണ്ടിരുന്ന എല്ലാ സ്ഥലത്തും. ഇനി തെക്ക് വരങ്ങൾ ഹൈദരാബാദ് നൈസമായിരുന്നു, അല്ലെങ്കിൽ കർണാടകയിലാണെങ്കിൽ ടിപ്പു സുൽത്താനായിരുന്നു. ഇങ്ങനെ മുസ്ലിം എംപറേഴ്സ് ആയിരുന്നു കൂടുതൽ ഭരിച്ച് ഇന്ത്യയെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത് കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ ഇവർ 1947 ശേഷം ഇന്ത്യൻ്റെ നമ്മുടെ ഗ്രേറ്റ് ഫാദർ ഓഫ് ദി നാഷൻ മഹാത്മാഗാന്ധി he created Pakistan as well as another India, and there are two state formed ചെയ്തു. സോ അപ്പോൾ ഇവർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള മുസ്ലിംസിൻ്റെ വാട്ട് ഈസ് ദർ ലോയൽറ്റി ടുവേർഡ്സ് എ കൺട്രി 1965 വാർ വന്ന സമയത്ത് വെദർ ഡു ദേ സപ്പോർട്ട് ഇന്ത്യ ഓർ പാകിസ്ഥാൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇവിടെയുള്ള കേരളത്തിലുള്ള ഈ പലസ്തീൻ പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ഇനി ടൈപ്പ് ഓഫ് പ്രകടനങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും വേർ ദർ ലോയൽറ്റീസ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാമിൽ ദേ ഡോണ്ട് റെസ്പെക്ട് പോളിറ്റിക്സും. ഈ പോളിറ്റിക്സ് എന്ന് വെച്ചാൽ ബഹുദൈവങ്ങൾ, കാരണം നമ്മളെ സംബന്ധിച്ചോളം ആനിമൽ ഗോഡ്സ് ഉണ്ട്, മാൻ ഗോഡാണ്, ആനിമൽ ഗോഡാണ്. സോ വി വർഷിപ്പ് മങ്കി ഗോഡ് ആൻഡ് വി വർഷിപ്പ് മയിലിനെ വർഷിപ്പ് ചെയ്യുന്നു, വി വർഷിപ്പ് കൗ. ഇതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് പ്രിമിറ്റീവ് ആൻഡ് ഇറ്റ്സ് എ ഡിജനറേറ്റീവ് ഫോം ഓഫ് വർഷിപ്പ് എന്നാണ് അവർ കാണുന്നത്. സോ ഇയാൾ പറയുന്നത് വെച്ചാൽ ഈ ജെഫ്രി പറയുന്നത് വെച്ചാൽ ഇഫ് ഇൻ സം ആസ്പെക്ട്സിൽ ഈ BJP they demolished the mosque in Ayodhya. That helped BJP by showing that it was capable of removing the powerful symbol of humiliation towards the Hindus എന്നാണ് പറഞ്ഞത്. സോ ഇത് ഒരു കാര്യം ഞാൻ അയാൾ ഒരു ഹിസ്റ്റോറിയനാണ്, അയാൾ പറഞ്ഞതാണ്. സോ അതാണ് മോസ്റ്റ്ലി ഈ പാർട്ടികൾ മൊബിലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ ഇലക്ഷൻ ആയാലും ശരി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇലക്ഷൻ ആയാലും ശരി BJP മൊബിലൈസ് ചെയ്യുന്നത് വെച്ചാൽ BJP മൊബിലൈസസ് ഹിന്ദുസ് ബിക്കോസ് ഇറ്റ് ഈസ് ഈസിയർ ടു മൊബിലൈസ് ഹിന്ദുസ് അഗെയിൻസ്റ്റ് ദ ബാബറി മസ്ജിദ് ദാൻ എനിത്തിങ് എൽസ്. ആ ഒരു ഇൻസെക്യൂർ ഫീലിങ്ങും ആ ഷെയിം ആൻഡ് ഇൻസൾട്ട് അതാണ് അവർ ഏറ്റവും അധികം കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. കാരണം നിങ്ങൾക്കറിയാലോ ഈ ലാൽകൃഷ്ണ അഡ്വാണി ഉള്ള സമയത്തുള്ള രഥയാത്ര തൊട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പറയുന്നത് വെച്ചാൽ ഈ മുസ്ലിം ലീഗ് ഡ്യൂറിങ് ദി ടൈം ഓഫ് പാർട്ടീഷൻ 1947 onwards ദേ നെവർ കംപ്ലീറ്റ്ലി കൺവിൻസ് ദാറ്റ് കോൺഗ്രസ് ക്യാൻ ബി എ ട്രൂലി എ നാഷണൽ പാർട്ടി എന്നുള്ള അവരൊരിക്കലും കൺവിൻസ് ചെയ്തിട്ടില്ല. That was when the political independence finally came in 1947 ഇന്ത്യയിൽ വന്ന സമയത്ത് it came on two nations. Why? Because they were not convinced. That is why it is two nations came, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്നുള്ള വലിയൊരു കാരണം അതിൻ്റെ അതായിരുന്നു. പിന്നെ ഇന്ത്യ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രാൻസോ ജർമ്മനിയോ ഇറ്റലിയോ അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യ പോലുള്ള
ഒരു കൺട്രി അല്ല. ദർ ഇസ് നോ നാഷണൽ എസെൻസ് ഇൻ. സി, നിങ്ങൾ പഞ്ചാബിൽ പോവാമെങ്കിൽ അവർ പഞ്ചാബി സംസാരിക്കുന്നു, പഞ്ചാബി ഭാഷ സംസാരിക്കുന്നു. തമിഴ്നാട്ടിൽ വരങ്ങ് തമിഴ് സംസാരിക്കുന്നു, തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്നു. And so there is no glue to bind these people and take them forward. അത് വലിയൊരു കാര്യമാണ്. നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളെ പോലെയല്ല നമ്മളെ. സോ അതുകൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ട സമയത്ത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. അയാൾ പറഞ്ഞു വെച്ചാൽ, ഈ ബ്രിട്ടീഷ് ലെഫ്റ്റ് ഇന്ത്യ, അയാൾ പ്രിഡിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എൻറ്റയർ ഇന്ത്യ എന്താ, നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ജുഡീഷ്യൽ സിസ്റ്റം, മെഡിക്കൽ സിസ്റ്റംസ്, റെയിൽവേസ്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതെല്ലാം പെരിഷ് ചെയ്യും. ആൻഡ് ഇന്ത്യ വിൽ ഫോൾ ബാക്ക് ക്വൈറ്റ് റാപ്പിഡ്ലി ത്രൂ ദ സെഞ്ചുറീസ് ഇൻ ടു ബാർബറിയനിസം എന്ന് അയാൾ പറഞ്ഞു. അത് ചർച്ചിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പം 60 കൊല്ലമായി നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ട്. ആൻഡ് ഇപ്പോൾ ഉള്ള സ്പെക്കുലേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള സ്പെക്കുലേഷനും വറിയും എന്താണെന്ന് വെച്ചാൽ, വെദർ ഇന്ത്യ സ്റ്റേ യുണൈറ്റഡ് ഫോർ എ ക്വൈറ്റ് ലോങ് ടൈം. സോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സർവൈവ് ചെയ്യോ. സോ ഡെമോക്രസീൻ്റെ ഏറ്റവും വലിയൊരു ഒരു 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 ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ വെദർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ സർവൈവ് ഓർ നോട്ട്. ആൻഡ് അത് ഇപ്പോൾ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് കൺട്രി പോകുമെന്നുള്ള ഒരു വറി എല്ലാവർക്കും ദർ ആർ റിയൽ പീപ്പിൾ ആർ ഹാവിങ്. മേ ബി സംടൈംസ് ബൈ മിലിറ്ററി റൂളിലൊരു ഗ്രൂപ്പ് ഇന്ത്യയിലുണ്ടാവും, ബംഗ്ലാദേശിലോ മറ്റുള്ള കൺട്രിയിലൊക്കെ ഉണ്ടാവില്ല, ഇന്ത്യയിലുണ്ടാകാൻ സാധ്യതയുണ്ടോ. സോ അതാണ് വലിയൊരു കൺസേൺ. സോ അത് പിന്നെ ഈ ഇന്ത്യയിൽ കുറച്ചൊരു എക്കണോമിക് റിഫോംസ് വന്നതെന്ന് വെച്ചാൽ, ഈ ലാസ്റ്റ് 20 years ബാക്ക് ഒരു സോഫ്റ്റ്വെയർ ബൂം ഇന്ത്യയിൽ വന്ന സമയത്ത് അത് മോസ്റ്റ്ലി ഇന്ത്യയിലുള്ള ഈ മിഡിൽ ക്ലാസ്സിനെ കുറച്ച് അപ്ലിഫ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ്, ദേ ആർ വെരി പുവർ, ലിവിങ് ലെസ് ദാൻ $1 a day, ആൻഡ് ലിറ്ററസി റേറ്റ് ഈസ് വെരി പുവർ. ഇഫ് യു ഗോ ഫ്രം മെനി സ്റ്റേറ്റ്സ്, ദേ ആർ നോട്ട് ലിറ്ററേറ്റ്. സോ ഇങ്ങനെയുള്ളൊരു കൺട്രിയിൽ, സോ ദേ വർ പ്രിഡിക്റ്റിംഗ് എ ഡിക്റ്റേറ്റർഷിപ്പ് മേ ബി ഇൻ ദ ഫ്യൂച്ചർ. എനിവേ, ദിസ് ഈസ് വാട്ട് ഐ വാണ്ട് ടു സേ. So please do subscribe my channel and support my channel. Thank you very much.